ഓക്കെ, നമ്മുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. 9ാമത്തെ പദ്ധതി വരെ നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്നത് പ്രത്യേകമായിട്ട് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9ാം പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ 9 വരെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10, 11, 12 3 കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു. ഓക്കെ, പുതിയതായിട്ട് പറഞ്ഞവരോട് പറയാണ് എക്കണോമിക്സ് ആണ് അല്ല, എക്കണോമിക്സ് ആണ് ഇന്ന്, മാത്സ് അല്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. 10ാം പദ്ധതിയുടെ കാലഘട്ടം നോക്കുക. 2002 തൊട്ട് 2007 വരെയായിരുന്നു നമ്മുടെ കാലഘട്ടം. ലക്ഷ്യങ്ങളിൽ മെയിൻ ആയിട്ട് ലിംഗവിവേചനം കുറയ്ക്കുക എന്ന് വെച്ചാല് സെക്സ് ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ ഇംഗ്ലീഷ് വേണ്ട ഒരു ഓക്കെ, ഡിസ്ക്രിമിനേഷൻ. യെസ്. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം അവയിലെ ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കുക. അതായത് ഈക്വലി നമുക്കിപ്പോ പ്രത്യേകിച്ച് തൊഴിൽ വേതനത്തിന്റെ കാര്യത്തിലാണ്. ഇപ്പോ സ്ത്രീകൾക്ക് പൊതുവെ സാലറി പുരുഷന്മാരുടേതിനേക്കാളും കുറവാണ്. അത് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരെക്കാളും കൂടുതൽ സാലറി വാങ്ങുന്ന സ്ത്രീകളുണ്ട്. എന്നാലും പൊതുവെ നമുക്ക് വേതനം ഒരു ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നുണ്ട് അല്ലെ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ സ്ത്രീകളും മുന്നിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ആ ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കാന്നുള്ളതാണ് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ ശിശു മരണനിരക്ക് കുറയ്ക്കുക. മരണനിരക്ക് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. അതായത് MMR, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് ഒരു 1,00,000 കുട്ടികൾ മരിക്കുമ്പോൾ എത്ര അമ്മമാര് മരിക്കുന്നു, അതാണ് നമ്മുടെ ഈ മരണനിരക്ക്. ശിശുമരണ നിരക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്, IMR എന്ന് പറയും കേട്ടോ. അപ്പൊ ഇത് രണ്ടും കുറയ്ക്കാന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിരുന്നു. പിന്നെ നമ്മുടെ സാക്ഷരതാ നിലവാരം ഉയർത്തുക. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ്. നമ്മുടെ സാക്ഷരതാ നിലവാരം നമ്മൾ ഉയർത്താം. പിന്നെ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക. ഓരോ പദ്ധതിയും ഇതൊക്കെ ഉപലക്ഷ്യങ്ങളായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മൾ സാമ്പത്തിക വളർച്ച മാത്രമല്ല, വികസനത്തിന്റെ പ്രധാന സൂചകങ്ങൾക്കായിട്ട് നിരീക്ഷിക്കാവുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ പദ്ധതി വിജയിച്ചു എന്നല്ലേ പറയണേ. പക്ഷെ നമ്മൾ സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറ്റു ചില ഘടകങ്ങളും അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വികസനം ഉണ്ടായി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ് ഭരണം വികസനത്തിന്റെ ഘടകമായിട്ട് നമ്മൾ കണക്കാക്കി. കണ്ടോ, ഭരണം അതായത് നല്ല ഗവേണൻസ് ഉണ്ടെങ്കിൽ, നല്ല വികസനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഭരണം ഉണ്ടെങ്കിൽ അത് നല്ല വികസനമായിട്ട് കണക്കാക്കാം. ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ December 25 ആണ് നമ്മുടെ നാഷണൽ, അതായത് ദേശീയ സദ്ഭരണ ദിനം. നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ നോട്ട് ചെയ്ത് വെച്ചു, എക്സാമിന് ചോദിക്കാറുള്ളതൊക്കെയാണ്. ഇത് പ്രഖ്യാപിച്ച സമയത്ത് മോദി പ്രഖ്യാപിച്ചതാണ്. ഇത് പ്രഖ്യാപിച്ച സമയത്ത് അത് കറണ്ട് അഫെയർ ആയിരുന്നു. അതായത് സദ്ഭരണ ദിനാണ് കേട്ടോ, സദ്ഭരണ ദിനം. ഓക്കെ, ഇത് നമ്മൾ 10ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. ഓക്കെ, AB വാജ്പേയി ആണ് 10ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓക്കെ, യെസ്. നമ്മൾ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരാണ്? KC പന്തും. അവസാനിച്ചപ്പോ മൊണ്ടേഗ് സിംഗ് അലുവാലിയാണ്. ഈ മൊണ്ടേഗ് സിംഗ് അലുവാലിയെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പദ്ധതി 2002, 2007 സമയത്താണ് വന്നത് അല്ലെ. അപ്പൊ 2002, 2007. ഓക്കെ, 2002, നമ്മൾ പറഞ്ഞു. യെസ്, 2002, 2007. അപ്പൊ ഈ 2007 ആയപ്പോഴത്തേനും നമ്മുടെ മൊണ്ടേഗ് സിംഗ് അലുവാലിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായിട്ട് വന്നത്. പിന്നെ പുള്ളി തന്നെയായിരുന്നു 2017 അത് അവസാനിക്കുന്നവരെയും മൊണ്ടേഗ് സിംഗ് അലുവാലിയെ തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായിട്ട് തുടർന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മൊണ്ടേഗ് സിംഗ് അലുവാലിയാണ്. ഓക്കെ, നമ്മൾ ഓരോ വർഷത്തിലും 8% GDP വളർച്ച ഒന്ന് കൈവരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഇനി ഈ സമയത്ത് നടപ്പിലാക്കിയ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് നമ്മുടെ പുരാ പദ്ധതിയാണ്. 2004 നമുക്ക് പുരാ പദ്ധതി വന്നത്. ഈ പുരാ പദ്ധതി
ഇത് സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം ആയിരുന്നു. അപ്പൊ ഈ പുരാ പദ്ധതി APJ അബ്ദുൽ കലാമിന്റെ പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആശയമായിരുന്നു. ഇതിനെ ഫുൾ ഫോം ഞാൻ പറയാം. പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ഇതാണ് പുരാ പദ്ധതി. അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇൻ റൂറൽ ഏരിയാസ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പുരാ പദ്ധതി നിലവിൽ വന്നത്? പുരാ പദ്ധതി നമുക്ക് നിലവിൽ വന്നത് പുരാ പദ്ധതി നിലവിൽ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് ആരുടെ ആശയമാണെന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാമിന്റെ ആശയമായിരുന്നു. അടുത്തൊരു പരിപാടിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം കൂലി എന്ന രീതിയിൽ 2004 നവംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന, JSY കേട്ടോ. ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ BPL ആയിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവിക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. BPL അല്ലാത്തവരാണെങ്കിലും മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എമൗണ്ട് കിട്ടും. കാരണം ഞാനൊക്കെ കോവിഡ് പോസിറ്റീവായിട്ട് ആ സമയത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ഡെലിവറി. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി നമുക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സ്കീമൊക്കെ ഉണ്ടെന്ന്. മെഡിക്കൽ കോളേജിൽ പോയി പ്രസവം നടന്നതുകൊണ്ട് മാത്രം ഈ ജനനി സുരക്ഷാ യോജനയിൽ നിന്ന് നമുക്ക് പൈസ കിട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്കിത് നല്ല ഓർമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ് എന്ത് ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത്. നമുക്ക് മാതൃത്വ വന്ദന യോജന വേറെ പരിപാടിയൊക്കെ ഉണ്ട്. 6000 രൂപ ആദ്യത്തെ പ്രസവത്തിന് കിട്ടുന്ന പദ്ധതിയൊക്കെ വേറെ നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം ഒരുപക്ഷെ ഇതിൽ കുറച്ച് പേര് നേരത്തെ ഇവിടെ വന്നിരുന്നവർ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ വിവരാവകാശ നിയമം, സുപ്രധാന നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ആ ഡേറ്റ് പ്രത്യേകം പഠിക്കുക കേട്ടോ. വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അത് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിലവിൽ വന്നു 2005 നിലവിൽ വാറ്റ് ഉണ്ടോ? നിലവിൽ വാറ്റ് ഇല്ല. നമുക്ക് GST വന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ GSTയിൽ ലയിപ്പിച്ചു. ദെൻ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വന്നു. എന്താണ്? നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയാണിത്. ഇത് 2005 നമ്മൾ പാസ്സാക്കി. പക്ഷെ നമുക്ക് നിലവിൽ വന്നത് എന്നാണ്? 2006 കേട്ടോ. നോർമൽ ശരിയാണെങ്കിൽ 2006 നമ്മൾ ഫെബ്രുവരി 2 ഇത് ആരംഭിച്ചത്. 200 ജില്ലകളിൽ ആദ്യമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കി. ഇതിന് ദേശീയ ഗ്രാമീണ മിഷൻ 2005 ഏപ്രിൽ 12 ആരംഭിച്ചു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആണ് ആരംഭിച്ചത്. ആശാ പദ്ധതി ആശാന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം പരിചയമുണ്ട്. കാരണം ആശാമാര് തിരുവനന്തപുരത്ത് കുറെ സമരം ചെയ്തതാണല്ലോ ആശാ പദ്ധതി അല്ലെ. നമ്മുടെ കൂടുതലും ഇവിടുത്തെ സ്ത്രീകൾ വീട്ടമ്മമാരായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെ, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ കുഞ്ഞുണ്ടാവുമ്പോഴും ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരുടെ കുറെ ഗൈഡൻസും ഹെൽപ്പൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ആശാ പദ്ധതിയുടെ ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടാ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആശമാരെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, ഫുൾ നെയിം കേട്ടോ. ലക്ഷ്യമിട്ടത് 8% വളർച്ചാ നിരക്കാണ്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കി. എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ്? കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുമ്പോൾ കേരള മോഡൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് സാധാരണ നമ്മൾ വളരേണ്ടത് ഇൻഡസ്ട്രിയിലോട്ടാണ്. അതിനുശേഷമാണ് സേവന മേഖലയ്ക്ക് വളരുള്ളൂ. സേവന മേഖല എന്ന് പറയുമ്പോൾ ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഷുറൻസ്, ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, IT ഒക്കെ. പക്ഷെ കേരളം നേരെ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രി വളരാണ്ട് നേരെ കയറി ചാടിയത് എങ്ങോട്ടാ? നമ്മൾ നേരെ സേവന മേഖല വളർന്നു. കാരണം നമുക്ക് ഗൾഫ് ഇക്കോണമിയാണ്, നമുക്ക് ഗൾഫ് പണമാണ് വരുന്നത്. ആ ഒരു 80s 90s ഒക്കെ നമുക്ക് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ സേവന മേഖല, സർവീസ് സെക്ടർ ഭയങ്കരമായിട്ട് വളർന്നു. ഇപ്പം നമുക്ക് ഇവിടെ ഇൻഡസ്ട്രി ഇല്ലല്ലോ. ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ നാഷണൽ ഇൻകം ഗ്രോത്ത് ഇല്ല. നമ്മുടെ GDP അല്ലെ, അതായത് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന GDP വളരുന്നില്ല. സംസ്ഥാന GDP യാതൊരു ഗ്രോത്തും ഇല്ല. പക്ഷെ നമുക്ക് അത് ഇവിടെ ഗ്രോത്ത് ഇല്ല. ഇവിടേക്ക് മണി വരുന്നുണ്ട്. നമ്മള് എന്താണ്, നമ്മുടെ മൈഗ്രേഷന്റെ ആ ഒരു എമിഗ്രൻസ് ഇവരുടെ ആശ്രയിച്ച് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത്
ഒരു സാമ്പത്തിക വളർച്ച ഇല്ലാതെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായി. മനസ്സിലായോ? സാമ്പത്തിക വളർച്ച ഇല്ലാതെ നമുക്ക് എന്തുണ്ടായി? മാനവ വികസനം ഉണ്ടായി. ആൾക്കാർക്ക് ലിറ്ററസിയുടെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ആണ്, ഹെൽത്ത് ഇൻഡിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ബെസ്റ്റ് ആണ്, അല്ലെ? നമുക്ക് ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ടൂറിസം വികസിക്കുന്നത്, ബാങ്കിങ്, എല്ലാത്തിനും മുന്നിലാണ്. നമുക്ക് എല്ലാം ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പക്ഷെ നമുക്ക് സാമ്പത്തിക വളർച്ച അപ്പുറത്ത് ഉണ്ടായിട്ട് വേണം ഇപ്പുറത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ. പൊതുവെ അങ്ങനെയാണ് വെപ്പ് തിയറി അനുസരിച്ച്. പക്ഷെ കേരളം അതിനൊരു വിരുദ്ധതയാണ്. അതാണ് നമ്മൾ കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ സാമ്പത്തിക വളർച്ച ഇല്ലെങ്കിലും എന്താണ്, നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിന് പ്രാമുഖ്യം കൊടുക്കുന്നു. അതാണ് കേരള മോഡൽ വികസന പദ്ധതി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ 10ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് 11ാം പദ്ധതിയിലോട്ട് പോവാം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ ആയിരുന്നു. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? ദ്രുതവും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, സമഗ്ര വളർച്ച എന്ന വാക്കും വരാം. കേട്ടാ? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സമഗ്ര വളർച്ച എന്നും നമുക്ക് പറയാം. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡ് ദി എക്സ്ക്ലൂഡഡ്. ഇൻക്ലൂഡ് ദി എക്സ്ക്ലൂഡഡ്, അതായത് എക്സ്ക്ലൂഡഡ് ആയി നിൽക്കുന്ന, നമ്മുടെ വികസനത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന എല്ലാ ആളുകളെയും നമ്മൾ വികസനത്തേക്ക് കൊണ്ടുവരാം. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. കാരണം അന്നേ വരെ ബാങ്കിങ് ലിറ്ററസി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ബാങ്കിങ് ലിറ്ററസി കിട്ടി. എല്ലാവർക്കും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട്, എല്ലാവരും ATM-ൽ നിന്ന് ആദ്യം പണ്ടെടുക്കാൻ അവർക്ക് അറിയില്ല. പക്ഷെ അവരിങ്ങനെ കൂട്ടമായിട്ടൊക്കെ പോകും. തൊഴിലുറപ്പ് കൂട്ടായിട്ട് പോയിട്ട് ഒരുമിച്ച് പോയിട്ട് അറിയുന്ന ഒരാൾ എടുക്കും, അല്ലെങ്കിൽ അവിടെ വരുന്ന ആരെങ്കിലും അവർക്ക് എല്ലാവർക്കും എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ പോയായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അത് ATM കാർഡൊക്കെ ഇട്ട് പൈസ എടുക്കാനൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് ആയി. അപ്പൊ അതൊക്കെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇപ്പോ മൊബൈൽ ഫോൺ തന്നെ നമുക്കറിയാം, പ്രായമായ ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ട് സ്മാർട്ട് ഫോൺ. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. അങ്ങനെ നമുക്ക് കിട്ടുന്ന നമ്മൾ എല്ലാ സർവീസസും എല്ലാവർക്കും നമ്മൾ അർബൻ റൂറൽ വ്യത്യാസം ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകി. ഇനി 10ാം പദ്ധതിയുടെ അവസാനത്തോടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉയരുകയും സമ്പാദ്യവും നിക്ഷേപ നിരക്കും വർദ്ധിക്കുകയും ചെയ്തു. കണ്ട, നമ്മൾ വളരെ വേഗം, നമ്മൾ ഫാസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറുന്നു. നമ്മുടെ നമ്മുടെ സമ്പാദ്യം, അല്ലെ, നമ്മുടെ ഡെപ്പോസിറ്റ് ഒക്കെ നമുക്ക് കൂടാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൂടാണ്. ഓക്കെ, 11ാം പദ്ധതി ആദ്യ വർഷം 9.3% വളർച്ച കൈവരിച്ചു. പക്ഷെ എന്തുണ്ടായി? അപ്പോഴേക്കും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, അല്ലെ? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരും. അങ്ങനെ 6.7% അതിന്റെ വളർച്ച കുറഞ്ഞു പോയി. ഓക്കെ, അപ്പൊ അങ്ങനെ 2012 കണ്ടില്ലേ, ഓരോ വർഷങ്ങളിലും 2009-10 കാലഘട്ടത്തില് എത്രയാണ്? 8.6% വളർച്ച. പക്ഷെ 2010-11 കാലഘട്ടത്തിൽ 9.3% വളർച്ച. 8.6-ൽ നിന്ന് പിന്നെ 9.3 വളർച്ച വീണ്ടെടുത്തവർ വന്നു. ഓക്കെ, ഇനി നമുക്ക് 11ാം പദ്ധതിക്കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്ന്, നമുക്ക് ആധാർ പദ്ധതിയാണ്. നമ്മുടെ ആധാർ കാർഡ് നടപ്പിലാക്കി. ആലോചിച്ച് നോക്കുക, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അല്ലേ നമ്മൾ ഏകദേശം ഒരു 2009 ഒരു 2010-11 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ആധാറിന് വേണ്ടി ഫോട്ടോ എടുക്കാനൊക്കെ ആദ്യമായിട്ട് ഉണ്ടാവുക. ഓക്കെ, ആം ആദ്മി ഭീമ യോജന ഒരു ഇൻഷുറൻസ് സ്കീമാണ് നടപ്പിലാക്കി. രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന എഗെയിൻ അതൊരു ഇൻഷുറൻസ് സ്കീമാണ്. മോദി ഗവൺമെന്റ് വന്നപ്പോൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ പരിഷ്കരിച്ച് വേറെ പേരുകളിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, ഇതെന്തിനാണ്? സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ കേട്ടിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർ, എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. വർഷം ശ്രദ്ധിച്ചേൻ, 2009-ലാണ്. ദെൻ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം 2008 നിലവിൽ വന്നു. പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന, അതായത് നമുക്ക് ST വിഭാഗത്തിലൊക്കെ പെടുന്ന ആളുകള് കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള വില്ലേജുകൾ കണ്ടെത്തിയിട്ട്, കണ്ടോ, അങ്ങനെയുള്ള ആളുകൾ ഒരു 50%-അധികമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വില്ലേജ് കണ്ടെത്തിയിട്ട് അവിടെ ഡെവലപ്മെന്റ് വരുത്തുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. രാജീവ് ആവാസ് യോജന, ആവാസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു ഹൗസിംഗ് പ്രോഗ്രാം ആണ്. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് പദ്ധതി, നമ്മുടെ MGNREG ഉണ്ടല്ലോ,
നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അത് അർബൻ ലെവലില് അവർക്കും വേണ്ടേ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതി, അർബനിലും ഉണ്ട്. നമ്മുടെ ചോദ്യമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേര്. അപ്പൊ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് പദ്ധതിയാണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. പിന്നെ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ 2012 വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 2009 ഓഗസ്റ്റ് 20 വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ പാസ്സാക്കി. 2010 ഏപ്രിൽ 1 നിലവിൽ വന്നിട്ടുണ്ട് അല്ലേ? നോക്കാം, ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതായത് നമ്മളെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താ വെച്ചാൽ എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. പാസ്സാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 1 നിലവിൽ വന്ന് 2010 ഏപ്രിൽ 1 കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ കാര്യമാണ് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അപ്പോൾ പാസ്സാക്കിയ ഡേറ്റും നിലവിൽ വന്ന ഡേറ്റും ചോദ്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉത്തരം ചെയ്യണം. അത് പാസ്സാക്കിയ ഡേറ്റ് ആണോ നിലവിൽ വന്ന ഡേറ്റ് ആണോ? ഓക്കെ. 8% വളർച്ച അതിന്റെ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ പദ്ധതിനെ വിശേഷിപ്പിച്ചത്. എന്തെന്ന് വിശേഷിപ്പിച്ചു? ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ പദ്ധതിനെ വിശേഷിപ്പിച്ചു. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കി നോക്കിയേ. ആധാർ പദ്ധതി വന്നിട്ടുണ്ട്, ആം ആദ്മി ഭീമ യോജന, രാഷ്ട്രീയ സ്വസ്ഥ ഭീമ യോജന, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന, രാജീവ് ആവാസ് യോജന, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് പദ്ധതി, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ. പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുകയും നിലവിൽ വരികയും ചെയ്തു. 8% വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചു. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നവരോട് പറയാൻ കേട്ടോ, ഇന്ന് മാത്സ് ആയിരുന്നെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഞാൻ എക്കണോമിക്സ് ആണെന്ന് ഓർത്ത് അതുമായിട്ടാണ് വന്നത്. കേട്ടറി ആയപ്പോഴാണ് മെസ്സേജ് ശ്രദ്ധിച്ചത്, അതുകൊണ്ടാണ് എക്കണോമിക്സ്. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ ക്ലാസ് കേൾക്കാം. ഓക്കെ. അതുകൊണ്ട് 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താണ്? നമ്മുടെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ്, സമഗ്ര വളർച്ചയാണ്. ശ്രദ്ധിച്ചു വെക്കുക. ലാസ്റ്റ് പദ്ധതികളാണ് 11, 12 നമുക്ക് എപ്പോഴും ചോദിക്കുന്ന പദ്ധതികളാണ് കേട്ടോ. യെസ്, നമുക്ക് 12ാം പദ്ധതിയിലേക്ക് പോവാം. 2012-17 കാലഘട്ടത്തിലാണ് ഈ പദ്ധതിയുടെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മുടെ മോദി ഗവൺമെന്റ് വരുന്നത്, വലിയ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ. പിന്നെ ലക്ഷ്യം നോക്കാം. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരമായ വളർച്ച. ഫാസ്റ്റർ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ്? ഫാസ്റ്റർ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് നമ്മൾ പറയാ കേട്ടാ. ഓക്കെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കുറച്ച് പേർക്കൊക്കെ ഇംഗ്ലീഷിലൊക്കെ ടേംസ് വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ടേം കൂടി പറഞ്ഞു പോണത് കേട്ടാ. ഓക്കെ. അപ്പം ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന് നമുക്ക് സുസ്ഥിര വികസനമാണ്. വാട്ട് ഈസ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ആക്ച്വലി നമ്മൾ പറയുന്നത്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ വരും തലമുറ കടം തന്നാന്ന് പറയാം. അപ്പൊ കടം തന്ന സാധനമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ വരും തലമുറ നമുക്ക് കടം തന്ന വസ്തുവാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പൊല്യൂട്ടഡ് ആക്കാൻ പാടില്ല. അപ്പൊ അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് സുസ്ഥിര വികസനത്തിന്റെ സങ്കല്പം. അതായത് നമുക്ക് ഉള്ള നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ റിസോഴ്സസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആണ്, പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അതാണ് സുസ്ഥിര വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുപോലെ ത്വരിതഗതിയിലുള്ള വളർച്ച, ഫാസ്റ്റർ ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. പക്ഷെ മെയിനായിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 12ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സുസ്ഥിര വികസനമാണ്. ഓക്കെ. 12ാം പദ്ധതിയുടെ കരട് രേഖയിൽ നമ്മൾ 9% വളർച്ച ലക്ഷ്യമിട്ടു. പക്ഷെ നമ്മളത് 8% കുറച്ചു. നമുക്ക് നമ്മളെ അച്ചീവ്മെന്റ്സ്, നമ്മൾ ടാർഗറ്റ് തീരെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ടാർഗറ്റ് കുറച്ചു വെക്കുക. ഒരു ടാർഗറ്റ് കുറച്ചു വെച്ചു അല്ലേ? ഓക്കെ. ആ സമയത്തൊക്കെ എന്താണ്? നമ്മുടെ ആഗോള സമ്പദ് വ്യവസ്ഥ 2ാം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പദ്ധതി ആരംഭിച്ചത്. അപ്പൊ നമ്മൾക്കറിയാം 2008 യൂറോസോൺ ക്രൈസിസ് വന്നു, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? കണ്ട, അതാ ഇവിടെ പറയുന്നുണ്ട്. 11ാം പദ്ധതിയുടെ അവസാനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട യൂറോസോൺ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു. അപ്പൊ 2ാമത്തെ ഒരു പ്രതിസന്ധി കൂടി ആ സമയത്ത് വരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇനി ആ സമയത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചു കേട്ടാ. ഫുഡ് സെക്യൂരിറ്റി ബില്ലാണ്. ഫുഡ് സെക്യൂരിറ്റി ബില്ല് ഒപ്പുവെച്ചു. വർഷം നോക്കൂ, 2013 സെപ്റ്റംബർ 12. ഇത് അവതരിപ്പിച്ച
ക്യാബിനറ്റ് മിനിസ്റ്റർ മലയാളിയാണ്, പ്രൊഫസർ KV തോമസ് ആണ് കേട്ടോ. പ്രൊഫസർ KV തോമസ് മലയാളി അന്നത്തെ ഭക്ഷ്യമന്ത്രി ആയിരുന്നു കോൺഗ്രസ് ഗവൺമെന്റിൽ. പിന്നെ ഇപ്പൊ അദ്ദേഹം പാർട്ടി വിട്ടു. ഇപ്പൊ അദ്ദേഹം NCPയിൽ ചേർന്നു. അദ്ദേഹം കോൺഗ്രസ് നിന്നുള്ള ഒരു മന്ത്രിയായിരുന്നു. 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചത്. നമുക്ക് കൂടുതൽ ഈ 35 കിലോ ധാന്യമൊക്കെ നമുക്ക് കിട്ടുന്ന പദ്ധതിയൊക്കെ ഇല്ലേ, അല്ലെ? അതൊക്കെ നമുക്ക് എപ്പോഴാണ് ഈ ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചതിന് ശേഷമാണ് നമുക്ക് അത്തരത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് എത്തിച്ചേർന്നത്. ദെൻ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു 2014. മോദി ഗവൺമെന്റ് വന്നു. 2014 മോദി ഗവൺമെന്റ് വന്നു. ആസൂത്രണ കമ്മീഷൻ പുള്ളി അങ്ങ് പിരിച്ചുവിട്ടു. അതിന് പകരം എന്താ വന്നത്? നിതി ആയോഗ് വന്നു. നമുക്കിത് കാണാം. പ്രധാനമന്ത്രി ജൻധൻ യോജന, അല്ലെ? ഒരു കാലഘട്ടത്തിൽ നമ്മളോട് പറയും, 10 കൊല്ലം മുന്നേ പറയും, മോദിയുടെ അക്കൗണ്ട് എടുത്തോ, മോദിയുടെ അക്കൗണ്ട് എടുത്തോ എന്ന് ചോദിക്കും. ആ മോദിയുടെ അക്കൗണ്ടിന്റെ പേരെന്താണ്? പ്രധാനമന്ത്രി ജൻധൻ യോജന. എന്താണ്? സീറോ ബാലൻസ് അക്കൗണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട്, ഇതാണ് ജൻധൻ യോജന. അന്ന് സീറോ ബാലൻസ് അക്കൗണ്ട്. ഇപ്പൊ എങ്ങനെയാ എനിക്ക് അറിയാൻ പാടില്ല, സീറോ ബാലൻസ് തന്നെയാണോ ചേഞ്ച് ആയത്. പിന്നെ ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. നമ്മൾ അന്ത്യോദയ അന്ന യോജന പറഞ്ഞില്ലേ, അതിന്റെ തന്നെ ഒരു ഒരു വെർഷനാണ് ഇത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ദീൻദയാൽ ഉപാധ്യായ. പേര് മാറ്റി, കണ്ട? നമ്മൾ അന്ത്യോദയ അന്ന യോജന എന്നത് ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജനയാക്കി മാറ്റി. കുറെ പദ്ധതികൾക്ക് മോദി ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ അവരുടെ BJP ഒക്കെ ബന്ധപ്പെട്ട പ്രവർത്തിച്ച നേതാക്കന്മാരുടെ പേരുകളൊക്കെ ചേർത്ത് കുറെ പേരുകൾ കൊടുത്ത് അങ്ങനെ കുറെ മോഡിഫിക്കേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓക്കെ. ദെൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ വർഷം അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. 2014 നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. അതായത് എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കാം. നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. ആവശ്യമെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. ഒരു ഇമ്പോർട്ടർ ആകുന്നതിന് പകരം നമ്മൾ എക്സ്പോർട്ടർ ആയിട്ട് മാറാം. ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ എക്സ്പോർട്ടർ ആയിട്ട് മാറാതുള്ളതാണ് മോദിയുടെ ഒരു കൺസെപ്റ്റ്. വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ദെൻ സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി 2014. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? എല്ലാവിടെയും എന്താണ്, ടോയ്ലറ്റ് പണിയുന്ന ഒരു പദ്ധതിയായിരുന്നു. നമുക്ക് വലിയ വില തോന്നില്ല. പക്ഷെ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഈ സൗകര്യങ്ങൾ ഇല്ലാത്തവരും ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഒക്കെ ഉണ്ട്. കേരളത്തിൽ അതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു ലിറ്ററസിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പദ്ധതികളുണ്ട്. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തവര് നമുക്ക് വളരെ കുറവാണ് കേരളത്തിൽ. ഇവിടെ സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി മൊത്തത്തിൽ നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചതാണ്. 2014 ഒക്ടോബർ 2 ഓർത്ത് വയ്ക്കുക. ഗാന്ധി ജയന്തി ദിനത്തിലാണ് ആരംഭിച്ചത് കേട്ടോ. ഓർത്ത് വെച്ച 2014 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി ആരംഭിച്ചത്. പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയായ മിഷൻ ഇന്ദ്രധനുഷ്. അപ്പൊ മിഷൻ ഇന്ദ്രധനുഷ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാക്സിനേഷൻ ആണ്. വാക്സിനേഷൻ കേട്ടോ. പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി വാക്സിനേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 7 ഡിസീസസിന് വേണ്ടിയിട്ടുള്ളതാണ്. 7 ഡിസീസസിനുള്ള കുത്തിവെപ്പാണ് അതിനകത്ത് വരുന്നത്. മിഷൻ ഇന്ദ്രധനുഷ് നമ്മുടെ മഴവില്ലിന്റെ 7 കളറല്ലേ, അത് വെച്ചിട്ട് വന്നിട്ടുള്ള പേരൊക്കെയാണ്. ഇനി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. നമ്മുടെ യുവജനങ്ങൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ് കൗശൽ വികാസ് യോജന കേട്ടോ. സ്കിൽ ഡെവലപ്മെന്റ് ആണ്, സ്കിൽ അപ്ഗ്രഡേഷൻ ആണ്. ദെൻ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ വന്നിട്ടുണ്ട് 2013. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ 2011. ഇത് മോദി ഗവൺമെന്റ് അല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. 2011 അല്ലേ? നിതി ആയോഗ് രൂപീകരിച്ചു 2015 ജനുവരി 1. ഡേറ്റ് മസ്റ്റായിട്ട് പഠിക്കണം. നിതി ആയോഗ് രൂപീകരിച്ച ഡേറ്റ് മസ്റ്റായിട്ടും പഠിക്കുക. 2015 ജനുവരി 1 അല്ലേ? ജനുവരി 1 നിതി ആയോഗിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പുറകില്. പിന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വന്നു. എന്താണ്? പെൺകുട്ടികൾ പഠിക്കട്ടെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ കുറെ പോസ്റ്ററുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ പെൺകുട്ടികൾ വളരട്ടെ, അല്ലെ? പെൺകുട്ടികൾ പഠിക്കട്ടെ, പെൺകുട്ടികൾ ജനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കാണാം. അതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മോദി വന്നതിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ്. ഓക്കെ. പെൺകുട്ടികളിലെ നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി തടയാനും പിന്നെ അവർക്ക് വിദ്യാഭ്യാസം വരാനും ഒക്കെ വന്ന പദ്ധതിയാണ്. ദെൻ മുദ്രാ ബാങ്ക് നിലവിൽ വന്നു 2015 ഏപ്രിൽ 8. നിർബന്ധമായിട്ട് പഠിക്കുക. മുദ്രാ ബാങ്ക് നിലവിൽ വന്ന ഡേറ്റ് എങ്കിലും പഠിച്ചു വെക്കുക. എന്താണ്? 2015 ഏപ്രിൽ 8. അതിന് ഫുൾ ഫോം പഠിച്ചേ. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് ആണ് മുദ്രാ ബാങ്ക്. അതായത് നമ്മുടെ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഉണ്ടല്ലോ, അതിന് ഒക്കെ ലോൺ കൊടുക്കുന്നതാണ്. നമുക്ക് 3 തരം ലോണുകളാണ് മുദ്രാ ബാങ്ക് കൊടുക്കുന്നത്. തരുൺ
ശിശു കിഷോർ, ഈ 3 പ്ലാനിലും 3 തരം എമൗണ്ട് ആണ് കേട്ടോ. മുദ്ര യോജന പ്രകാരം മുദ്രാ ബാങ്ക്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ മുദ്രാ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. തരുൺ, ശിശു, കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള 3 തരം ലോണുകളാണ്. 3 ലോൺ എമൗണ്ടിന്റെ ഒരു ഇത് വ്യത്യാസമുണ്ട്. ഓക്കെ. ഞാൻ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന നമ്മുടെ എന്താണ്, നമ്മുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന എന്താണ്, ഇൻഷുറൻസ് സ്കീമാണ്. അടൽ പെൻഷൻ യോജന അല്ലെ, ഇതും ഈ ഒരു പദ്ധതികളൊക്കെ നമ്മൾ ആരംഭിച്ചു. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി, ഡിജിറ്റൽ ഇന്ത്യ, ഇന്ത്യയെ മൊത്തം നമ്മൾ എന്താക്കി കണക്ട് ചെയ്യാം, ഇന്ത്യയെ നമ്മൾ മൊത്തത്തിൽ ഇന്ത്യനെ ഇന്റർനെറ്റ് കൊണ്ട് കണക്റ്റഡ് ആക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. 2015 ജൂലൈ 1 നിലവിൽ വന്നു. സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി 2016 ഏപ്രിൽ 5 വന്നു. സ്റ്റാൻഡപ്പ് അല്ലെ, എന്താണ്, SC/ST വനിതാ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഗവൺമെന്റ് പദ്ധതിയാണ്. ദെൻ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി വന്നിട്ടുണ്ട്. 2016 ജനുവരി 16 സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി വന്നത്. അപ്പൊ സ്റ്റാൻഡപ്പും സ്റ്റാർട്ടപ്പും വേറെ പറയുന്ന ഓർക്കാം. സ്റ്റാർട്ടപ്പ് നമുക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ളതാണ്. കണ്ടില്ലേ, സംരംഭകത്വ രംഗത്ത് ഇന്ത്യയിൽ മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ SC/ST വനിതാ വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്താ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നത്. അപ്പൊ എന്താണ്, ഇനി എല്ലാവർക്കും ഒന്ന് ശ്വാസം വിടാം. കാരണം എനിക്ക് 12 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, 12 പറഞ്ഞു. നമുക്ക് വേറൊരു ടോപ്പിക്ക് പറയാൻ പോവാം. അതായത് നിതി ആയോഗിനെ കുറിച്ചിട്ടും പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി നമുക്ക് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തേക്ക് പോട്ടെ. യെസ്, പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ പ്ലാനിംഗ് കമ്മീഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ മാതൃക സ്വീകരിച്ച് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. നമ്മൾ സോവിയറ്റ് യൂണിയന്റെ ഒരു ആസൂത്രണ മാതൃക നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഇതിന്റെ പ്രത്യേകത, ഇത് ഭരണഘടനാപരമല്ല, നിയമപരമല്ല, ഇതൊരു ഉപദേശക സമിതിയാണ്. ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി രൂപീകരിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭരണഘടന, ഒരു സ്ഥാപനം ഭരണഘടനാ ബോഡി ആകുന്നത് എപ്പോഴാണ്, ഒരു സ്ഥാപനം ഭരണഘടനാ ബോഡി ആകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്ലാസ് വന്നിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഞാൻ പറയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതിരിക്കാം. ആർട്ടിക്കിൾ 315 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മൾ സിവിൽ സർവീസ് എക്സാം ഒക്കെ നടത്തുന്ന ബോഡിയാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. കാരണം ഇതിനൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഈസി. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280 എന്താണ്, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടനാ ബോഡിയാണ്, ആർട്ടിക്കിൾ ഉണ്ട്. ദെൻ നമുക്ക് വേണമെങ്കിൽ 279 എന്താണ്, GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം എന്താണ്, അതിന് ആർട്ടിക്കിൾ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ആർട്ടിക്കിൾ ഉള്ള സംഭവം എന്താണ്, ഒന്നുകിൽ ഭരണഘടനാ സ്ഥാപനമായിരിക്കും. ഇനി നിയമപരമായ സ്ഥാപനങ്ങളുണ്ട്. നിയമപരമായ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക നിയമം മൂലം രൂപീകരിച്ചിട്ടുള്ളവയാണ് നിയമപരമായ സ്ഥാപനങ്ങൾ. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു നിയമപരമായ സ്ഥാപനമാണ്. അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. അതുകൊണ്ട് നിയമപരമായ ഒരു സ്ഥാപനമാണ്. വനിതാ കമ്മീഷൻ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ളതാണ്, നിയമപരമായ കമ്മീഷനാണ്. ഓക്കെ. ഇനി വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം രൂപീകരിച്ചതാണ്, നിയമപരമായ ബോഡിയാണ്, പ്രത്യേക നിയമപ്രകാരം രൂപീകരിച്ചതാണ്. അപ്പൊ ഭരണഘടനാപരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഉണ്ടാവും. നിയമപരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക നിയമം മൂലം രൂപീകരിച്ചിട്ടുള്ള ബോഡിയായിരിക്കും. ആസൂത്രണ കമ്മീഷൻ ഇങ്ങനെയൊന്നും രൂപീകരിച്ചതല്ല. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഗവൺമെന്റ് അവരുടെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും തെറിപ്പിച്ച് കളയാം. മോദി വന്നിട്ട് തെറിപ്പിച്ചു. കാരണം ഇത് പാർലമെന്റിൽ പോവുകയോ ഒരു അമെന്റ്മെന്റ് നടത്തി അല്ലെങ്കിൽ ഒരു നിയമത്തിന് ഭേദഗതി വരുത്തി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മുഖേനയാണ്, ബൈ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദി ഗവൺമെന്റ് ദേ ക്യാൻ ക്രിയേറ്റ് ദ ബോഡി ഓർ ദേ ക്യാൻ അബോളിഷ് ദ ബോഡി. മനസ്സിലായ? ബൈ എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ.
അപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരും. എന്താണ് സ്റ്റേറ്റ്മെന്റ് വരാൻ? നീതി ആയോഗ് ഒരു ഭരണഘടനാപരമായ സ്ഥാപനമാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നീതി ആയോഗ് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. സ്റ്റേറ്റ്മെന്റ് 1, നീതി ആയോഗ് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. സ്റ്റേറ്റ്മെന്റ് 2, നീതി ആയോഗ് നിയമപരമായ സ്ഥാപനമാണ്. 3, നീതി ആയോഗ് ഒരു ഗവൺമെന്റ് ഓർഡർ പ്രകാരം വന്നതാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നീതി ആയോഗ് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. തെറ്റ്. 2, നീതി ആയോഗ് നിയമപരമായ സ്ഥാപനമാണ്. അല്ലെ? എന്താണ് തെറ്റ്? ഗവൺമെന്റ് പ്രത്യേക ഓർഡർ മുഖാന്തരം രൂപീകരിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. ശരിയാണ്. അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. ഇനി എന്തായിരുന്നു അതിന്റെ ചുമതല? ഇന്ത്യയിലെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്കായിട്ട് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷനെ നമ്മൾ ചുമതലപ്പെടുത്തി. ഭരണഘടനയുടെ 39ാം അനുച്ഛേദത്തിന് അനുസൃതമായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. നിലവിൽ വന്ന ഡേറ്റ് ആണ് 1950 മാർച്ച് 15. അപ്പൊ നിങ്ങൾ വിചാരിക്കും നീതി ആയോഗിനൊരു നീതി ആയോഗ് അല്ല, പ്ലാനിംഗ് കമ്മീഷൻ ഒരു അനുച്ഛേദമുണ്ടോ? അല്ല, ഒരിക്കലും പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം അല്ല. നമ്മൾ 39 പറയുന്നുണ്ട് വിഭവങ്ങൾ തുല്യമായിട്ട് വിതരണം ചെയ്യണം. ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട് വിഭവങ്ങളിലെ തുല്യ വിതരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ വിഭവങ്ങളുടെ തുല്യ വിതരണം, പക്ഷെ അത് വിഭവങ്ങളുടെ തുല്യ വിതരണം ഉറപ്പുവരുത്താനായിട്ട് ഒരു ബോഡി ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നില്ല. വിഭവങ്ങളുടെ തുല്യ വിതരണം നമുക്ക് ആളുകൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, തുല്യ വിതരണം നടപ്പിലാക്കണമെങ്കിൽ അതിനൊരു ബോഡി വേണമല്ലോ, അതിന് പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കാൻ. ആ ബോഡിയാണ് ആസൂത്രണ കമ്മീഷൻ. അതുകൊണ്ടാണ് പറയുന്നത് അത് 39 അനുച്ഛേദത്തിന് അനുസൃതമായിട്ട് നിലവിൽ വന്നു എന്ന് പറയുന്നത്. അതായത് 39ാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടി വന്ന ഒരു ബോഡിയാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ആസൂത്രണ കമ്മീഷൻ ഘടനയിലേക്ക് പോട്ടെ. ആസൂത്രണ കമ്മീഷൻ ഘടനയാണ് ദേശീയ വികസന കൗൺസിലിന്റെ മൊത്തത്തിലുള്ള മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ദേശീയ വികസന കൗൺസില്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നമ്മൾ താഴെ പഠിക്കും. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ മുഴുവൻ സമയം പ്രവർത്തന തലവനായിട്ട് വരുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും. 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 രൂപീകരിച്ച പ്ലാനിംഗ് കമ്മീഷൻ എത്ര വർഷത്തിന് ശേഷമാണ്? 64 വർഷങ്ങൾക്ക് ശേഷം 2014 ഓഗസ്റ്റ് 17 നിർത്തലാക്കി. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെയും അവസാനത്തെയും പ്ലാനിംഗ് കമ്മീഷനിൽ പറയാം. പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ, അതായത് നമ്മൾ പറഞ്ഞു അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. അവസാനത്തെ അധ്യക്ഷൻ അല്ലെ നരേന്ദ്രമോദി. 2014 പുള്ളി വന്നില്ലേ? 2017 വരെ നമുക്ക് നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പുള്ളി അവസാനത്തെ അധ്യക്ഷനായിരുന്നു. ഇനി ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഗുൽസാർലാൽ നന്ദ. പഠിച്ചു വെക്കുക, ഗുൽസാർലാൽ നന്ദ. അവസാനത്തെ ഉപാധ്യക്ഷനാണെങ്കിൽ മൊണ്ടേക് സിംഗ് അലുവാലിയ. നമ്മൾ പറഞ്ഞു 2007 സമയത്താണ് മൊണ്ടേക് സിംഗ് അലുവാലിയ വന്നത്. അത് രസം എന്താ വെച്ചാൽ മൊണ്ടേക് സിംഗ് അലുവാലിയ ഒരു സിഖുകാരനാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുമാണ് ആ സമയത്ത്. അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ചില ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും സിഖുകാരാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. മൊണ്ടേക് സിംഗ് അലുവാലിയ ആൻഡ് മൻമോഹൻ സിംഗ്. നിങ്ങൾ ആ പിക്ചർ കണ്ടാൽ നിങ്ങളത് മറക്കില്ല. വളരെ രസകരമായിട്ടുള്ള പിക്ചറുകളൊക്കെ ഇതിനകത്തുണ്ട്. കാണാൻ പറ്റും തോന്നുന്നു, വിചാരിക്കുന്നു. കണ്ടില്ലേ? കാരണം രണ്ടുപേരിങ്ങനെ നമ്മൾ അന്ന് നിങ്ങൾ ന്യൂസൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പിക്ചർ ഓർമ്മയുണ്ടായിരിക്കും. രണ്ട് സിഖുകാരാണ്, രണ്ട് തലയിൽ കെട്ടൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത്. മൊണ്ടേക് സിംഗ് അലുവാലിയ ആൻഡ് ആരാണ്? നമ്മുടെ മൻമോഹൻ സിംഗ്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്കിനി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ടാക്കി. അതേസമയം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നമുക്ക് വന്നു. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് എന്നാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ 1950 തന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റില് പ്ലാനിംഗ് ബോർഡ് വന്നെങ്കിലും കേരളത്തിൽ എപ്പോഴാണ് വന്നത്? 1967 സെപ്റ്റംബറിലാണ്. വർഷം പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ ബോർഡ് എന്ന് പറയാം, കമ്മീഷൻ എന്നല്ല നമ്മൾ പറയാം, ആസൂത്രണ ബോർഡ് നിലവിൽ വന്നതാണ് 1967 സെപ്റ്റംബറിലാണ്. അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ
അപ്പൊ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. കേരളം രൂപീകരിച്ച വർഷം ഏതാ? 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. അപ്പൊ 1956 കേരളം രൂപീകരിച്ചു. 57 നമ്മുടെ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ വന്നിരുന്നു. പക്ഷെ 59 വിമോചന സമരത്തെ തുടർന്ന് ആൾക്ക് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ പുള്ളി വീണ്ടും അധികാരത്തിൽ വന്നു. ആ സമയത്താണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് മാറി 67. നിലവിലെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ പിണറായി വിജയൻ അല്ലെ? പിണറായി വിജയൻ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. നിലവിൽ ഉപാധ്യക്ഷനായിട്ട് പറയുന്നത് പ്രൊഫസർ VK രാമചന്ദ്രൻ. പഠിച്ചു വെക്കുക, പ്രൊഫസർ VK രാമചന്ദ്രൻ ആണ് നിലവിൽ ഉപാധ്യക്ഷൻ. മറ്റൊരു കറണ്ട് അഫയർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാകുന്ന ട്രാൻസ്ജെൻഡർ ആണ് ഡോക്ടർ നർത്തകി നടരാജ്, തമിഴ്നാട്. വെരി റീസെന്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷം, മുന്നത്തെ വർഷത്തെ എന്തോ ഫാക്റ്റ് ആണത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ നർത്തകി നടരാജ് ഒരു ആസൂത്രണ കമ്മീഷനിൽ അംഗമാകുന്ന, ഒരു സമിതിയിൽ അംഗമാകുന്ന, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അംഗമാകുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നർത്തകി നടരാജാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ദേശീയ വികസന സമിതിയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷനോട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു സമിതിയാണ് ഏത്? ദേശീയ വികസന സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിച്ചു കഴിയുമ്പോൾ അംഗീകാരം നൽകുന്ന ബോഡി ആരാണ്? ദേശീയ വികസന സമിതിയാണ് കേട്ടാ. ഇനി NDC സ്ഥാപിതമായത് 1952 1952 1950 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നെങ്കിൽ 52 മാത്രമാണ് ദേശീയ വികസന സമിതി രൂപം കൊള്ളുന്നത്. ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും അധ്യക്ഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, NDCയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇവിടെ പഠിക്കേണ്ടതായ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഫാക്ട് ആണ്, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. അപ്പൊ നമ്മളെ വേറൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു 1938. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 1938 രൂപീകരിച്ചത് എന്താണെന്ന് കമന്റ് ചെയ്യാമോ? 1938 നമ്മൾ എന്താ രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഇരുന്ന സമയത്ത് നമ്മളൊരു സംഭവം രൂപീകരിച്ചു. അതിന് ചെയർമാനും ആരായിരുന്നു? രണ്ടൊന്ന് കമന്റ് ചെയ്യൂ. ബുക്ക് വേഗം മറച്ചു നോക്കിയിട്ട് കമന്റ് ചെയ്തോ, കുഴപ്പമില്ല. ബുക്ക് അങ്ങോട്ട് മറക്കട്ടെ. പറയൂ, 1938 എന്താണ്? 1938 എനിബഡി? ഞാൻ തന്നെ പറയാം അല്ലെ? അതിന്റെ രൂപീകരിച്ച ആ ഓർഗനൈസേഷന്റെ അധ്യക്ഷന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ, അത് എളുപ്പമുണ്ട്. നമ്മൾ 1938 വന്നത് എന്താണെന്നറിയോ? ദേശീയ വികസന സമിതി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ വികസന സമിതി അല്ലേ? അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ കമ്മിറ്റി ആയിരുന്നു. ഓക്കെ, ഇത് 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ സെഷനിൽ വെച്ച് രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ആരായിരുന്നു നാഷണൽ ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. പിള്ളേരെ, നിങ്ങൾ ഉറങ്ങിപ്പോയാ? നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ക്ലാസ്സോടെ ഇരുന്നോട് കഴിഞ്ഞിട്ട് വേറെ വല്ല ജോലിക്കും പോയാ? അതിന്റെ ഇടയില് നിങ്ങൾ ബുക്കൊക്കെ ഒന്ന് മറച്ചു നോക്കിയിട്ടാലും ഉത്തരം പറഞ്ഞോളൂ കേട്ടാ, ഉത്തരം കണ്ടെത്തിക്കോളൂ കേട്ടാ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്, മറന്നിട്ടുണ്ടോ നിങ്ങൾ അല്ലേ? ക്ലാസ് ഗ്യാപ്പ് ഒന്നില്ലേ? യെസ്. അപ്പൊ നമ്മൾ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 65 വന്നിട്ടുണ്ട്. 38 ദേശീയ വികസന സമിതി, 1950 നമ്മുടെ ആസൂത്രണ കമ്മീഷൻ, 52 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 65 ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ വർഷം കൂടി പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ഓക്കെ, 1967 ഒക്ടോബർ 2 പുനഃസംഘടിപ്പിച്ച ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിന് അതോറിറ്റി. ഇനി നിതി ആയോഗിന്റെ സെക്രട്ടറിയാണ് NDCയുടെയും സെക്രട്ടറി. ഇനി NDC പോയി, അതായത് നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്തപ്പോ NDCനെയും അബോളിഷ് ചെയ്തു. NDCക്ക് പകരമായിട്ട് രൂപം കൊണ്ട സംവിധാനം ഏതാണ്? ഗവേണിംഗ് കൗൺസിലാണ്. NDC ഓൾസോ അബോളിഷ്ഡ്. മനസ്സിലായോ? അബോളിഷ്ഡ് അലോങ് വിത്ത്
പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കേട്ടാ, യെസ്. അപ്പോ NDCക്ക് പകരമായിട്ട് വന്ന സംവിധാനം എന്താ? ഗവേണിംഗ് കൗൺസിൽ ആണ് കേട്ടോ, ഗവേണിംഗ് കൗൺസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ NDCയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിതി ആയോഗിക്ക് പോവാണ്. നന്നായി ശ്രദ്ധിക്കാം. നിതി ആയോഗ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരും. പ്ലാനിംഗ് കമ്മീഷൻ നമുക്ക് ചോദ്യം കുറവാണ് ഇപ്പോ, എങ്കിലും നിധി കമ്പയർ ചെയ്ത് ചോദ്യം വരാട്ടോ. ചോദ്യം വരുന്നുണ്ട്, വരുന്നില്ല എന്നല്ല, പക്ഷെ നിതി ആയോഗിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പൊ ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ്. ആസ്ഥാനം ഏതാണ്? ആസ്ഥാനം നമുക്ക് ന്യൂഡൽഹി ആണ് വരുന്നത്. നമ്മുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. നിതി ആയോഗിന്റെ പൂർണ്ണ രൂപം പഠിച്ചേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പഠിക്കുക. ഇത് ഓപ്ഷനിൽ തെറ്റിച്ചിട്ട് തരും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ടെക്നോളജിക്കൽ ഇന്ത്യ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ തെറ്റിച്ച് തരും. അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ് നിതി ആയോഗിന്റെ ഫുൾ ഫോം. 2015 ജനുവരി 1 നിതി ആയോഗ് ഔദ്യോഗിക നിലവിൽ വന്നു. ഡേറ്റ് പഠിക്കുക, 2015 ജനുവരി 1. 2015 ജനുവരി 1 നമ്മുടെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. PSC കൂടി എഴുതുന്നവർ ശ്രദ്ധിക്കുക, സ്ഥിരം ചോദ്യമാണ്. 2015 ജനുവരി 1. അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒക്കെ ആരാന്ന് നമുക്ക് നോക്കാം. നിതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നിതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാ? പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. നിതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും അപ്പൊ ആരാ? നമ്മുടെ നരേന്ദ്രമോദി തന്നെ അല്ലെ. പുള്ളിയാണ് 2014 അല്ലെ 15 നിലവിൽ വന്നത് അല്ലെ. 15 തൊട്ട് 15 നിലവിൽ വരുന്നു. അപ്പൊ അദ്ദേഹം അന്നത്തെ അധ്യക്ഷനാണ്, ഇപ്പോഴും ആണ് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. നിതി ആയോഗിന് ഒരു ഉപാധ്യക്ഷനുണ്ട്. അങ്ങനത്തെ പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പൻഗരിയ. ഈ അരവിന്ദ് പൻഗരിയെ കുറിച്ചിട്ട് ഞാനൊരു കറണ്ട് അഫെയർ ഫാക്ട് പറഞ്ഞുതരാം. നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്നറിയോ? ഇന്ത്യയുടെ 16th ഫിനാൻസ് കമ്മീഷൻ അധ്യക്ഷൻ, ഫിനാൻസ് കമ്മീഷൻ അധ്യക്ഷൻ ആരാന്നറിയോ? ഈ അരവിന്ദ് പൻഗരിയാണ് കേട്ടോ. 16th ഫിനാൻസ് കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പൻഗരിയ. പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ഈ വർഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഈ ചോദ്യം 2025 പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. 2025 ഫാക്ട് ആണ് അരവിന്ദ് പൻഗരിയ. നേരത്തെ ഞാൻ ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ പറഞ്ഞിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ വേണമെങ്കിൽ PSC കൂടി എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൂടുതൽ ശ്രദ്ധിച്ചു വെക്കുക. ആർട്ടിക്കിൾ 280 കേട്ടാ. ഇതൊക്കെ ഞാനേ എക്സ്ട്രാ ചില ഫാക്ട് ഒക്കെ പറയുന്നത് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ കേട്ട് പോകും. നിങ്ങൾ ഇനി ആ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും പഠിക്കും. എന്നാൽ നിങ്ങൾ കേട്ട് പോയാൽ നിങ്ങൾക്ക് അതൊക്കെ എവിടെയെങ്കിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്ത്? ഇന്ത്യ ദ എമർജിങ് ജയന്റ് അല്ലെ. ഇന്ത്യ ദ എമർജിങ് ജയന്റ്. നമ്മുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പൻഗരി ആണെങ്കിൽ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരാണ്? രാജീവ് കുമാർ ആണ്. രാജീവ് കുമാറും മാറി. ഇനി നമുക്ക് രാജീവ് കുമാർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിതി ആയോഗ് നിലവിൽ ഉപാധ്യക്ഷൻ പഠിക്കുക, സുമൻ കെ ബെറി. ഒരു മെയിലാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പോയി പറഞ്ഞു ഇത് ഇത്രയും നാള് ഫീമെയിൽ ആണെന്ന് വിചാരിച്ചായിരുന്നത്. അപ്പൊ സുമൻ ബെറി. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ PPT ഒക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ സുമൻ ബെറി എന്ന് പറയുന്നത് നമ്മുടെ നിതി ആയോഗിന്റെ നിലവിലെ ആരാണ്? ഉപാധ്യക്ഷനാണ് കേട്ടോ, സുമൻ ബെറി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഐ തിങ്ക് ഇതാ കാണാൻ പറ്റും അല്ലെ. ഇദ്ദേഹമാണ് കേട്ടാ, സുമൻ ബെറി എന്ന് പറയുന്ന വ്യക്തി. ഞാൻ മനസ്സിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ കാണിച്ചു തരുന്നത്. യെസ്, അപ്പൊ നിതി ആയോഗിന്റെ പ്രഥമ നിലവിൽ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറി ആണ്. അപ്പൊ നമ്മൾ ഉപാധ്യക്ഷന്മാരുടെ കാര്യമാണ് പറഞ്ഞേ. ഇനി നമുക്ക് നിതി ആയോഗിന്റെ CEO കുറിച്ച് പറയാം. നിതി ആയോഗിന് ഒരു CEO ഉണ്ടായിരിക്കും. അതിന്റെ പ്രഥമ CEO ആണ് സിന്ധുശ്രീ ഗുള്ളർ. ഉണ്ടോ? സിന്ധുശ്രീ ഗുള്ളർ ആണ് പ്രഥമ CEO. രണ്ടാമത്തെ CEO അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത്. നിലവിലെ CEOയുടെ പേര് പഠിക്കുക, BVR സുബ്രഹ്മണ്യം. എളുപ്പമുണ്ട് പഠിക്കാൻ. CEO എന്നതിൽ 3 അക്ഷരമുണ്ട്. ഇദ്ദേഹത്തിന് ഇനീഷ്യലിൽ എന്തുണ്ട്? BVR ഉണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുന്നത് ഉപാധ്യക്ഷനായിട്ടുള്ള സുമൻ ബെറിയും നിലവിലെ CEO ആയിട്ടുള്ള BVR സുബ്രഹ്മണ്യം. ഇത് രണ്ടും നിങ്ങൾ വളരെയധികം നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടാ. ഓക്കെ, യെസ്. ഇനി നിതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? നമുക്ക് 4ആയിട്ട് തിരിക്കാൻ പറ്റും എന്ന് പറയും. നിതി ആയോഗിന്റെ പ്രവർത്തനങ്ങൾ. ഒന്ന്, അവർ ചെയ്യുന്നത് ഇതാണ്, നയങ്ങളുടെയും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പറഞ്ഞ ചോദ്യങ്ങളാണ്. നയങ്ങളുടെയും പദ്ധതികളുടെയും ചട്ടക്കൂടുകളുടെയും നിർമ്മാണം. ഇതൊരു പോളിസീസ് ഉണ്ടാക്കും. അവർ എന്തൊക്കെ ഉണ്ടാക്കും? അവര് പോളിസീസ് ഉണ്ടാക്കും, പിന്നെ അവര് പ്ലാൻസ് ഉണ്ടാക്കും, പിന്നെ അവർ എന്തുണ്ടാക്കും? ചില ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കും. മനസ്സിലായോ? ഇതൊക്കെയാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞ സാധനമാണ് സഹകരണ ഫെഡറലിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കോപ്പറേറ്റീവ്
ഫെഡറലിസം നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ എന്താണ് സഹകരണ ഫെഡറലിസം? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണോ? കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. പക്ഷെ ഇത് നിങ്ങൾക്ക് പഠിക്കണമല്ലോ, എപ്പോഴെങ്കിലും പഠിക്കണമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ പറയാം. നമ്മൾ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റേറ്റുകൾക്ക് കുറച്ച് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോ ഇന്ത്യയില് സംസ്ഥാനങ്ങൾക്ക് കുറെ അധികാരം കൊടുത്തിട്ടുണ്ട്, പക്ഷെ മുഴുവൻ അധികാരങ്ങളും കൊടുത്തിട്ടില്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അമേരിക്ക ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്, കാരണം 50 സംസ്ഥാനങ്ങൾക്കും കൂടുതൽ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ പറയും ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ്. അതായത് ഫെഡറൽ സ്റ്റേറ്റും ആണ്, അതേസമയം യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. അതായത് നമ്മൾ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് അതായത് നമ്മുടെ സംസ്ഥാനങ്ങൾ നമ്മൾ കുറെ അധികാരം കൊടുത്തിട്ടുണ്ട്, എന്നാലും മെയിൻ ആയിട്ട് അധികാരങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആരിലാണ്? ആരിലാണ്? സെൻട്രൽ ഗവൺമെന്റ് കയ്യിലാണ്. നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആസൂത്രണം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഒന്ന് പറഞ്ഞേ. ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് അത് ഏത് ലിസ്റ്റിൽ എടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്? കമന്റ് ചെയ്തേ. ഞാൻ എന്റെ ഓപ്ഷൻ തരാം: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. എന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്യോ പ്ലീസ്. ഏത് ലിസ്റ്റിലാണ് നമ്മുടെ കിടക്കുന്നത്? യെസ്, ഗുഡ്, കൺകറന്റ് ലിസ്റ്റ് അല്ലെ സിമിക പേഴ്സൺ. അപ്പോ നമ്മൾ ഈ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളൊക്കെ തീരുമാനിക്കാൻ കൊടുക്കുന്നതായിരിക്കാ സ്റ്റേറ്റിനാണ്. അതായത് അവർക്ക് കുറച്ച് അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു യൂണിയൻ ആണ് അല്ലെ? സ്റ്റേറ്റുകൾക്ക് അധികാരങ്ങളുണ്ട്, ഡിഫറെന്റ് സ്റ്റേറ്റുകളാണ്, പക്ഷെ നമ്മൾ യൂണിയൻ ഉണ്ട്, യൂണിയൻ ആയിട്ടാണ് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 പറയുന്നത് എന്താണ്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോ ഈ സംസ്ഥാനങ്ങൾ നമ്മൾ ഏകീകരണം വേണ്ടേ? ആ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം, സഹകരണ ഫെഡറലിസം, അവർക്ക് വ്യത്യസ്തമായ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കൊണ്ടുപോവാന്നുള്ളത് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ദെൻ ഇവർ ചെയ്യുന്നത് എന്താണ്? നിരീക്ഷണവും വിലയിരുത്തലും. എന്താണ് നിരീക്ഷണവും? ഒബ്സർവേഷൻ ആൻഡ് ഇവാലുവേഷൻ. തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. തിങ്ക് ടാങ്ക് അല്ലെ, നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ചിന്താധാരയാണ് അവര് അല്ലെ. നമ്മുടെ എന്താ പറയാ, മലയാളത്തിൽ എന്താ പറയാ? തിങ്ക് ടാങ്ക് അല്ലെ, നമ്മുടെ ചിന്തിക്കുന്ന, നമ്മുടെ ഒരു അല്ലെ ഒരു ജ്ഞാനം, നമ്മുടെ വിസ്റ്റം, അതായത് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്, അതിന് എക്സ്പേർട്ടുകളുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നിതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിതി ആയോഗിന്റെ ഘടനയെ കുറിച്ച് പഠിക്കാം. നിതി ആയോഗില് ചെയർപേഴ്സൺ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഭരണസമിതിയെ നമ്മൾ ഗവേണിംഗ് കൗൺസിൽ എന്നാണ് പറയുന്നത്. ഭരണസമിതിയിലെ അംഗങ്ങള് കൃത്യമായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറയും, PSC പഠിക്കുന്ന ആൾക്കാര്, PSC കൂടി എഴുതുന്ന ആൾക്കാര് പഠിക്കുക. കഴിഞ്ഞ ഇപ്പൊ ഒരു ഇത് പരീക്ഷയാണ്, ഒരു എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് OA ആണോ ഒരു പ്യൂണാണോ, 10th മെയിൻസിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് തന്നു ഭരണസമിതിയിൽ അംഗങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ കുറിച്ചിട്ട്. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നിതി ആയോഗിന്റെ ഭരണസമിതി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ശരിയാണോ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നാൽ? ശരിയാണ്. നിതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു, ശരിയാണ്. ഇനി മുഖ്യമന്ത്രിമാര് മാത്രമല്ല, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ, അപ്പൊ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഡൽഹിയും പുതുച്ചേരിയും. അവിടെ 2 സ്ഥലത്ത് നിയമസഭയുണ്ട്, അവിടെയുള്ള മുഖ്യമന്ത്രിമാരും ഉണ്ട്. മനസ്സിലായ? ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്ക് മുഖ്യമന്ത്രി ഒന്നുമില്ല, അവിടെ ഭരിക്കുന്നത് ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർമാരാണ്, അവരും ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ മുഖ്യമന്ത്രിമാരുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, നിയമസഭ ഉണ്ടെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരുണ്ട്, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. പിന്നെ ആരാണ്? അനൗദ്യോഗിക അംഗങ്ങൾ. അനൗദ്യോഗിക അംഗങ്ങളായിട്ട് കുറച്ചു പേരുണ്ട്. ഉപാധ്യക്ഷനുണ്ട്. നിലവിൽ ഉപാധ്യക്ഷൻ ആരാ? ഒന്ന് കമന്റ് ചെയ്യാമോ? Can you please comment? നിലവിൽ ഉപാധ്യക്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്ന വ്യക്തിയാണ്. നിങ്ങൾ ഈ ടൈറ്റിൽ നമ്മുടെ മെനു ബാർ നോക്കി കഴിഞ്ഞാൽ അതിൽ വരെ പേര് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിട്ട് തന്നെ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം. സുമൻ ബെറി അല്ലെ, ആൻമരി സുമൻ ബെറിയാണ് നമ്മുടെ ഉപാധ്യക്ഷൻ. പിന്നെ നിതി ആയോഗ് കുറച്ച് ഫുൾ ടൈം മെമ്പേഴ്സ് തന്നെ, പിന്നെ പ്രത്യേക ക്ഷണിതാക്കൾ ഉണ്ടായിരിക്കും. അതായത് പല മേഖലകളിൽ എക്സ്പെർട്ടായുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തി അതിലേക്ക് ക്ഷണിക്കുന്നുണ്ടാവും. ഇവരൊക്കെ ഭരണസമിതിയിലെ അംഗങ്ങളാണ് കേട്ടോ, ഭരണസമിതിയിലെ അംഗങ്ങളാണ്. ഇനി ഒരു റീജിയണൽ കൗൺസിൽ ഉണ്ട്. റീജിയണൽ കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഏരിയ വൈസ് അല്ലെങ്കിൽ റീജിയൻ വൈസ് ഒരു കൗൺസിൽ രൂപീകരിക്കും. അതിൽ പ്രധാനമന്ത്രി തന്നെയാണ് അതിനകത്ത് അധ്യക്ഷത വഹിക്കുന്നതൊക്കെ. പ്രധാനമന്ത്രി അല്ലെങ്കിൽ
അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നിതി ആയോഗിന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കാൻ അധ്യക്ഷത വഹിക്കുക. കാരണം എപ്പോഴും ഈ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് കൂടാനായിട്ട് നമുക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓരോ റീജിയൻ വൈസ്, അല്ലെ സൗത്ത് ഇന്ത്യ അല്ലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ, അങ്ങനെ റീജിയൻ വൈസ്, അല്ലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, റീജിയൻ വൈസ് നമ്മൾ കൗൺസിൽ കൂടുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യും. അതാണ് റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത്. കണ്ടോ, ഒന്നോ അതിലധികമോ സംസ്ഥാന മേഖലകളെ സംബന്ധിച്ച് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റീജിയണൽ കൗൺസിലാണ്. നിശ്ചിത കാലത്തേക്കാണ് രൂപീകരണം നടക്കുന്നത്. ഇത് വിളിച്ചു ചേർക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ് ഇത് വിളിച്ചു ചേർക്കുന്നത്. അതാത് മേഖലകളെ, ഇപ്പൊ നമ്മൾ പറയുന്നത് തമിഴ്നാട്, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഒരുമിച്ച് കൂടാം അല്ലെ. അതിനൊപ്പം നമുക്ക് പോണ്ടിച്ചേരി ഉണ്ട് തമിഴ്നാടിൽ, ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാത് മേഖലയിലെ മുഖ്യമന്ത്രിമാരുണ്ടാവും, ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടാവും അതിനകത്ത്. പിന്നെ നിതി ആയോഗിന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധി ആയിരിക്കും അതിന് അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ്. നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, നമ്മൾ അംബാനി, അദാനി പോലുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. മനസ്സിലായ? സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പ്രൈവറ്റ് സെക്ടേഴ്സിനെ അവിടേക്ക് കൊണ്ടുവരുന്നു, അവരവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രൈവറ്റ് ആളുകള്. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ടെലികമ്മ്യൂണിക്കേറ്റ് സെക്ടർ ആയിക്കോട്ടെ, നമ്മുടെ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഒക്കെ പോർട്ടുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. അപ്പൊ നമ്മുടെ മാനേജ്മെന്റ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആവും, കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. അതൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗം, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു മധ്യവർഗം, സാധാരണക്കാരായിരുന്ന ആളുകളൊക്കെ പണക്കാരായിട്ടൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടാവും, കച്ചവടക്കാരായിട്ടും ബിസിനസ്സുകാരായിട്ടൊക്കെ ഉയർന്നു വന്ന ആളുകളുണ്ട്. അപ്പോ അവര് എന്താണ് നമ്മുടെ സാമ്പത്തിക വളർച്ച നേടാനായിട്ട് പ്രയോജനപ്പെടുക, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. മിശ്ര കാർഷിക ഉൽപാദനം എന്ന് പറയുന്നത് എന്താണ്? മിക്സഡ് ഫാമിംഗ് ആണ്. നമ്മൾ ഒരു വിള കൃഷി ചെയ്യുന്നതിനൊപ്പം തന്നെ പല വിളകളും ചെയ്യും. മനസ്സിലായോ? അതാണ് മിക്സഡ് ഫാമിങ്. ഇപ്പൊ നമ്മള് എന്താണ്, വാഴ കൃഷി ചെയ്യുന്നുണ്ട്, കപ്പ കൃഷി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്താണ്, പശുവിനെ വളർത്തുന്നുണ്ട്, പശുവിന്റെ ചാണകം ഇതൊക്കെ നമ്മൾ ഇപ്പുറത്ത് ഉപയോഗിക്കും. ഇപ്പുറത്ത് നമ്മൾ പുല്ല് വളർത്തുന്നുണ്ട്, അത് പശുവിന് കൊടുക്കും. കാലിത്തീറ്റ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ മീൻ വളർത്തലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുക മിക്സഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്ത ഏതെന്നൊക്കെ നമുക്ക് ചോദിക്കാറുള്ളതാണ്. വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിതി ആയോഗിന്റെ ക്വസ്റ്റ്യൻ PSC പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറായിട്ടുള്ളത്. കേട്ടറിന് അങ്ങനെ അത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് വരില്ല, കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ദെൻ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. കണ്ടില്ലേ, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സുരക്ഷിതത്വം ഇല്ല അല്ലെ. നമുക്ക് എന്താ CCTV ഒക്കെ വെച്ച് അല്ലെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി നമ്മൾ മാറ്റണം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. സഹകരണ ഫെഡറലിസം എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ നമ്മൾ ഉറപ്പാക്കുക. സുസ്ഥിര വികസനം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഭൂമി നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുക. ദെൻ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓക്കെ, നമ്മുടെ ഒരു മാർക്കറ്റിലെ എക്കോണമി ആയിട്ട് നമ്മൾ മാറാൻ പോവാണ്. അപ്പൊ ആ ഒരു മാറ്റങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മളും അതിനോടൊപ്പം പിടിച്ചു നിൽക്കണം. ദെൻ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ എഫിഷ്യൻസി നമ്മൾ കൂട്ടാന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇതൊക്കെയാണ് നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ കഴിഞ്ഞേക്കാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ നെക്സ്റ്റ് ടോപ്പിക്ക് തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ അവസാനിക്കില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.